channel. I am Shahira Simir. Now, we will printed crepe material. എല്ലാം തന്നെ ഇന്ന് കാണിക്കുന്നത് പ്രിന്റഡ് ക്രേപ്പ് ആയിരിക്കും. അപ്പോൾ അതിന്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ പറയുന്നതിന് മുന്നേ പറയട്ടെ, നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളം ജില്ലയിലുള്ള ആലുവ കീഴ്മാടാണ്. കീഴ്മാട് പഞ്ചായത്ത് ജംഗ്ഷനിലാണ് കേട്ടോ. അതിന്റെ റോയൽ ബേക്കറിയുടെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇന്നത്തെ കളക്ഷൻസിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പ്രിന്റഡ് ക്രേപ്പ് മെറ്റീരിയൽ ഫസ്റ്റ് വൺ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ആണ് കേട്ടോ. അത് ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നല്ല ബ്ലൂ ആണ് പ്രിന്റ് വന്നിരിക്കുന്നത്. ബ്ലൂവും വൈറ്റും ഒക്കെ ചേർന്നിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ക്രേപ്പ് മെറ്റീരിയലിൻ്റെ വിഡ്ത്ത് വന്നിട്ടുള്ളത് 41 ഇഞ്ചാണ്. മീറ്റർ പ്രൈസ് വരുന്നത് പെർ മീറ്ററിന് 55 രൂപയായിരിക്കും കേട്ടോ. ഈ 55 രൂപ എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കേണ്ട മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 2 മീറ്റർ ആയിരിക്കും. 2 മീറ്റർ മുതൽ അപ് ടു 10 മീറ്റർ വരെ എടുക്കുമ്പോഴുള്ള റേറ്റ് ആണ് ഈ 55 രൂപ എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ 10 മീറ്ററോ അതിൽ കൂടുതലോ എടുക്കുവാണെങ്കിൽ നിങ്ങളുടെ റേറ്റിൽ ചേഞ്ച് ഉണ്ടാവും. നേരെ അത് 40 മാറും കേട്ടോ. അപ്പോൾ അതനുസരിച്ചൊക്കെ ഓർഡർ തരിക. ഇപ്പോൾ സ്പെഷ്യൽ ഓഫർ ആയതുകൊണ്ടാണ് കേട്ടോ 40 രൂപയെ പെർ മീറ്ററിന് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നല്ല ലക്കിയാണ്. വേഗം 10 മീറ്റർ അനുസരിച്ച് ഓർഡർ തന്നോളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ ബ്ലൂ കളർ പ്രിൻ്റാണ് നമ്മൾ കണ്ടത്. ഇതിൻ്റെ കളർ ചേഞ്ച് നമുക്ക് അവൈലബിൾ ആണ്. അത് ഏതാണെന്ന് നോക്കാം. ഇതിന്റെ കളർ ചേഞ്ച് ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ റെഡ് ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. വൈറ്റും ചെറിയ ബ്ലൂ ഒക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ലൊരു റെഡ് ഷെയ്ഡും വന്നിട്ടുണ്ട് ഫ്ലവേഴ്സ് കേട്ടോ. ഈ ഒരു 2 കളർ ചേഞ്ച് ആണ് ഈ ഒരു ഡിസൈനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വൺ കാണാം. നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നല്ലൊരു പീച്ച് കളറിൽ ബ്ലാക്ക് സ്റ്റാർസും അതുപോലെ തന്നെ ഡോട്ടും വരുന്നൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സും അതുപോലെ ഡിസൈൻസും ഒക്കെ ഇന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും കൂടെ നിങ്ങൾ 10 മീറ്റർ എടുത്താൽ മതി. അല്ലാതെ സിംഗിൾ പീസിൽ നിന്ന് തന്നെ ഒരു ഡിസൈൻ തന്നെ അല്ലെങ്കിൽ ഒരു കളർ തന്നെ നിങ്ങൾ 10 മീറ്റർ എടുക്കണമെന്നില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതായത് ഒറ്റ റേറ്റിലുള്ള, ഇപ്പോൾ ക്രേപ്പ് ആണെന്ന് കാണിക്കുന്നതെങ്കിൽ ആ ക്രേപ്പ് മെറ്റീരിയലിൽ നിന്ന് തന്നെ നിങ്ങൾ 10 മീറ്റർ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഡിഫറെൻറ്റ് ഡിസൈൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓരോ ഡിസൈനിൽ നിന്നും 2 മീറ്റർ വീതമോ അല്ലെങ്കിൽ 2.5 മീറ്റർ വീതമോ അല്ലെങ്കിൽ 5 മീറ്റർ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ടോട്ടൽ ക്വാണ്ടിറ്റി 10 മീറ്റർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓഫർ ലഭിക്കുകയുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ 10 മീറ്റർ, അതായത് 2 മീറ്റർ മുതൽ നിങ്ങൾ 10 മീറ്ററിനുള്ളിലാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ എടുക്കുമ്പോഴുള്ള കൊറിയർ ചാർജ് വരുന്നത് ഫിക്സഡ് റേറ്റ് ആണ്, 30 രൂപയായിരിക്കും കേട്ടോ. അതല്ല നിങ്ങൾ 10 മീറ്ററോ അതിൽ കൂടുതലോ എടുക്കുവാണെങ്കിൽ ആസ് പെർ വെയിറ്റ് അനുസരിച്ചായിരിക്കും കൊറിയർ ചാർജ് വരുന്നത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വൺ കാണാം. നെക്സ്റ്റ് കളർ ചേഞ്ച് വരുന്നത് നല്ലൊരു ആഷ് കളറാണ്. ആഷിൽ ബ്ലാക്ക് തന്നെയാണ് കേട്ടോ ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ. നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ഗ്രീനും ബ്ലാക്കും കോമ്പിനേഷനിലാണ്. കണ്ടോ, സെയിം തന്നെ ഡിസൈനിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. സ്റ്റാറും ഡോട്ടും തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. അപ്പം നമുക്കിനി നെക്സ്റ്റ് ഡിസൈൻ ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ബ്ലൂവും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ബ്ലൂ പോലത്തെ ഷെയ്ഡും ഒക്കെ ചേർന്നിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. ബ്ലാക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇടയിൽ. നല്ലൊരു ഡിസൈനാണ് അല്ലേ. നമ്മൾ പ്രയർ ഡ്രസ് അടിക്കാനൊക്കെ ഒരുപാട് പ്രാവശ്യം ഈ ഒരു ഡിസൈൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ല ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യാനും പറ്റിയൊരു ഡിസൈനാണ്. കുട്ടികൾക്കൊക്കെ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് സ്കർട്ടോ പലാസോയോ അങ്ങനെ നൈറ്റി അങ്ങനെ ഒരുപാട് ഉപയോഗമുള്ള മെറ്റീരിയലാണ് കേട്ടോ ഈ ക്രേപ്പ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ലൈനിങ് ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ്. അതാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ പ്രത്യേകത. റേറ്റും കുറവാണ്. അപ്പോൾ പക്ഷേ വിഡ്ത്ത് കുറവാണ് കേട്ടോ. 41 ഇഞ്ച് വിഡ്ത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏത് ആവശ്യത്തിനാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് മെറ്റീരിയൽ എടുക്കണമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്തു, അത് വെച്ച് തയ്ച്ചിട്ട് തികഞ്ഞില്ലെങ്കിൽ പിന്നെ രണ്ടാമത് ആ മെറ്റീരിയൽ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ മോഡൽ നോക്കിയിട്ട് അതിനെത്ര ആവശ്യമുണ്ടെന്ന് കറക്റ്റ് നോക്കിയിട്ട് ഓർഡർ തന്നാൽ മതി കേട്ടോ. അപ്പോൾ അതേ കളർ കണ്ടല്ലോ, നല്ലൊരു കളർ കോമ്പിനേഷൻ ആണല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസൈനിൻ്റെ കളർ ചേഞ്ച് ചെയ്താൽ നോക്കാം. സെയിം ഡിസൈനിൽ ഒരു കോഫി ഷെയ്ഡാണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത്. ഫ്ലവർ ഡിസൈൻ തന്നെയാണ്, സെയിം തന്നെ ഡിസൈനൊക്കെ. നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ടുള്ളത് നല്ലൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കോഫി ഷെയ്ഡാണ് കേട്ടോ ഡിസൈൻ വന്നിട്ടുള്ളത്. ഈ ഫ്ലവേഴ്സാണ്. അതുപോലെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കളറും അതിൻ്റെ ലൈറ്റ് ഷെയ്ഡൊക്കെ ചേർന്നിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. സെയിം വിഡ്ത്തും അതുപോലെ തന്നെ പ്രൈസും ഒക്കെയാണ്. അപ്പം നമുക്കിതിൻ്റെ നെക്സ്റ്റ് കളർ ഏതാണെന്ന് കാണാം. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഒരു മെഹന്തി ഗ്രീൻ ആണ് കേട്ടോ ഈ വൈറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുള്ളത്. അതിലെ ഈ പ്രിൻ്റാണ് മെഹന്തി ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വൺ കാണാം.
നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള നല്ല ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ഡിസൈനാണ്. നല്ലൊരു ഒലിവ് ഗ്രീനും ബ്ലാക്കും പീച്ചും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ, ബ്ലാക്കും ഉണ്ട് കേട്ടോ, ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണല്ലേ ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല കളർഫുള്ളാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്താലും നല്ല സൂപ്പറായിരിക്കും. അതുപോലെ തന്നെ ഫ്രോക്കിനും ഒക്കെ പറ്റിയൊരു ഡിസൈനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ സെയിം തന്നെ. കളർ ചേഞ്ച് ഒന്ന് നോക്കാം. നെക്സ്റ്റ് കളർ ചേഞ്ച് വരുന്നത് നല്ലൊരു വൈറ്റും ബ്ലാക്കും അതുപോലെ തന്നെ വൈൻ ഷെയ്ഡും ഒരു പീക്കോക്ക് ഗ്രീൻ ഷെയ്ഡും ഒക്കെ ചേർന്നിട്ട് മിക്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ സെയിം തന്നെയാണ് ഡിസൈനും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കളർ ഏതാണെന്ന് കാണാം. നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ടുള്ളത് നല്ലൊരു കോഫി ഷെയ്ഡാണ്. കോഫിയിൽ നല്ലൊരു കാരമൽ ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രിന്റിൽ. അതുപോലെ തന്നെ വൈറ്റും ബ്ലാക്കും ഒക്കെ ചേർന്നിട്ടാണ് പ്രിന്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസൈനിൽ വരുന്ന നെക്സ്റ്റ് കളർ ഏതാണെന്ന് കാണാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു വൈൻ കളറാണ് കോമ്പിനേഷൻ. അതിൻ്റെ കൂടെ തന്നെ മിക്സ് ആയിട്ട് ബ്ലാക്കും വൈറ്റും അതുപോലെ തന്നെ നേരത്തെ ഷെയ്ഡിൽ വന്ന പോലെ കാരമൽ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡും വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈനിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഡിസൈനിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വൺ ഏതാണെന്ന് കാണാം. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡിലാണ്. നല്ല സൂപ്പർ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്. അതും നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് കളേഴ്സിലാണ് കേട്ടോ ഫ്ലവറൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് കണ്ടോ, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു ഡിസൈനാണ്. നല്ല കളർഫുള്ളും ആണ് കേട്ടോ ഈ ഒരു ഡിസൈൻ. നല്ല എടുത്തറിയുന്ന നല്ല റെഡിലാണ് വന്നിട്ടുള്ളത്. അതിൽ നല്ല ബ്ലൂവും യെല്ലോയും അതുപോലെ തന്നെ ഒരു ഡാർക്ക് വയലറ്റ് പോലത്തെ കളർ, അങ്ങനെ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട്. നല്ലൊരു ബ്ലൂ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഡിസൈനായിട്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള നല്ല ഡിസൈനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വരുന്ന കളേഴ്സ് ഏതൊക്കെയാണെന്ന് കാണാം. കളർ ചേഞ്ച് നല്ലൊരു യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ട്. അതെ, അതിലും ഇതുപോലെ നല്ല അട്രാക്ഷൻ ഉണ്ട് കേട്ടോ ഈ ഡിസൈൻസ് വന്നിട്ടുള്ളപ്പോൾ. നല്ല ഡിസൈൻസ് തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. സെയിം തന്നെയാണ് പ്രിന്റും കാര്യങ്ങളും ഒക്കെ. ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ മാത്രമാണ് കേട്ടോ ചേഞ്ച് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത കളർ ഏതാണ്. നെക്സ്റ്റ് കളർ ചേഞ്ച് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ. നമ്മുടെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡാണ് പിസ്ത ഗ്രീൻ അല്ല, അതിലും കുറച്ച് ഡാർക്കും ആണ്. എന്നാൽ നോർമൽ ഗ്രീനിനേക്കാളും കുറച്ച് ലൈറ്റും ആയിട്ടുള്ള ഒരു ഗ്രീനാണ് വന്നിട്ടുള്ളത്. നല്ല അട്രാക്ഷൻ ഉള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഇതിൽ പ്രിൻ്റൊക്കെ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഒരു കളറും കൂടി ഉണ്ട്, അതേതാന്ന് കാണാം. നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്കിലും നല്ല അട്രാക്ഷൻ ഉണ്ട് ഈ ഡിസൈൻ വന്നപ്പോൾ. ഇതേ കണ്ടല്ലോ, സെയിം തന്നെ പ്രിന്റും കാര്യങ്ങളും ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ക്രേപ്പ് മെറ്റീരിയൽ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ചിലർക്കൊക്കെ സംശയം ഉണ്ടാവും ഇത് ചൂടെടുക്കുന്ന മെറ്റീരിയൽ ആണോ എന്ന്. പക്ഷേ ഇത് ചൂടെടുക്കുന്ന മെറ്റീരിയൽ അല്ല. എന്ന് വെച്ചാൽ നമ്മൾ കോട്ടൺ ഫീൽ അല്ല തരുന്നത്, പക്ഷെ ഒട്ടും തന്നെ ചൂടൊന്നും എടുക്കൂല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് പ്രെയർ ഡ്രസ്സിനൊക്കെ എടുക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ചൂടെടുക്കുമോയെന്ന്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ പ്രെയർ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈ മെറ്റീരിയൽ, അതെല്ലാം നമ്മുടെ കയ്യിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള പ്രെയർ ഡ്രസ്സ് വരുന്നതും ഈ ഒരു മെറ്റീരിയലിൽ തന്നെയാണ്. അപ്പോൾ ഞാനിനി നെക്സ്റ്റ് വൺ കാണിക്കുന്നത് നല്ലൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഡിസൈനാണ്. ഇതൊക്കെ നമുക്ക് പ്രെയർ ഡ്രസ്സിനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. വൈറ്റ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ, പ്യുവർ വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഓഫ് വൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡിസൈൻ കണ്ടോ, നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. അപ്പോൾ ഈ വൈറ്റ് കളറിൽ തന്നെ ഇപ്പോൾ ഗൗണും ഒക്കെ എല്ലാവരും സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു ഉപയോഗത്തിനും വൈറ്റ് നല്ല ഭംഗിയുണ്ടാവും തയ്ച്ചു കഴിഞ്ഞാൽ. ഞാൻ പിന്നെ എടുത്ത് പറഞ്ഞത് പ്രെയർ ഡ്രസ്സിനെന്ന് പറയാൻ കാര്യം വൈറ്റാണ് കൂടുതൽ പേരും പ്രെയർ ഡ്രസ്സിനെ ചോദിക്കാറ്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ എടുത്ത് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതേ ഡിസൈൻ്റെ കളറൊക്കെ കണ്ടോ, നല്ലൊരു വൈൻ കളറും അതുപോലെ തന്നെ റെഡും ഒരു ചോക്ലേറ്റ് ഷെയ്ഡും ഒക്കെ ചേർന്നിട്ടാണ് ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുള്ളത്. നല്ലൊരു ബ്ലാക്കും വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ ഡിസൈനായിട്ട്. ഈ ഒരു ചെടി പോലെയാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. അതിൻ്റെ താഴേക്ക് ഇങ്ങനെ ബ്ലാക്കാണ് ലീഫും കാര്യങ്ങളും ഒക്കെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഡിസൈനാണ് അല്ലേ. അതുകൂടാതെ നല്ലൊരു ആഷ് കളറിൽ ഡിസൈൻ ഇങ്ങനെ കുറച്ച് ലൈറ്റായിട്ടും വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു വൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടിപ്പോൾ. അതും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ്റെ കളേഴ്സ് ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ കളർ ചേഞ്ച് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഫ്ലവേഴ്സിൻ്റെ കളറാണ് കേട്ടോ ചേഞ്ച് വരുന്നത്. നേരത്തെ കണ്ടതിൽ ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞില്ല, അത് സെയിം തന്നെ വന്നിട്ടുണ്ട്. അതുകൂടാതെ രണ്ട് കളർ മാറിയിട്ടുണ്ട് കേട്ടോ. വൈൻ ഷെയ്ഡും റെഡും വന്ന സ്ഥാനത്ത് ബ്ലൂവും ഗ്രീനും ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോഴും ഈ ഫ്ലവേഴ്സിൻ്റെ കളർ മാത്രമാണ് കേട്ടോ ഇതിൽ ചേഞ്ച് വരുന്നത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വൺ കാണാം. നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രേപ്പ് കളറും അതുപോലെ തന്നെ നല്ലൊരു മജന്ത കളറും ചേർന്നിട്ടാണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്തത് ഏതാണെന്ന് കാണാം.
നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ടുള്ളത് നല്ലൊരു റോയൽ ബ്ലൂവും പീക്കോ ഗ്രീനും ചേർന്നിട്ടാണ്. അപ്പോൾ സെയിം പ്രിന്റ് തന്നെ. അപ്പോൾ നമുക്കിനി അടുത്ത ഡിസൈൻ ഏതാണെന്നൊന്ന് കാണാം. നെക്സ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡിലാണ്. നല്ല തെളിഞ്ഞിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ക്രിസ്മസിനൊക്കെ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഈ റെഡും വൈറ്റും ചേർന്ന് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അതും നല്ലൊരു റെഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്രേപ്പ് വരുമ്പോൾ വളരെ റേറ്റ് കുറവാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നല്ലൊരു മെറ്റീരിയലാണ് അല്ലേ. വെയ്റ്റ്ലെസ് ആയിട്ടുള്ള മെറ്റീരിയലും ആണ്. അപ്പോൾ ഇതിൻ്റെ കളേഴ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു ഡിസൈനിൻ്റെ കളേഴ്സ് ഏതൊക്കെയെന്നൊന്ന് കാണാം. നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അതിൽ വൈറ്റും അതുപോലെ തന്നെ റെഡാണ് ഡോട്ട്സ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല റെഡ് ഷെയ്ഡിൽ വന്നപ്പോൾ ബ്ലൂ ആയിരുന്നു ഡോട്ട് വന്നിരുന്നത്. ഗ്രീനിൽ വന്നപ്പോൾ റെഡാണ് കേട്ടോ. റെഡും ഗ്രീനും നല്ലൊരു കോമ്പിനേഷനാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കളർ ഏതാണെന്ന് കാണാം. നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂവും അതുപോലെ തന്നെ വൈറ്റും ബാക്ക്ഗ്രൗണ്ട് ഇത് കോമ്പിനേഷനിലാണ്. അതിൽ വന്നിരിക്കുന്നത് നല്ലൊരു മജന്ത കളറിലാണ് കേട്ടോ ഡോട്ട്സ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കളർ ഏതാണെന്ന് കാണാം. നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ്. അതിൽ റെഡാണ് കേട്ടോ ഡോട്ട്സ് വന്നിട്ടുള്ളത്. ഇതും നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അല്ലേ. ഈ റെഡും വൈറ്റും ബ്ലാക്കും കൂടെ ചേർന്ന് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഡിസൈൻ ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് വരുന്നതും നല്ലൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് പ്രയർ ഡ്രസ്സൊക്കെ അടിക്കാൻ പറ്റിയ നല്ലൊരു ഡിസൈനാണ്. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. അപ്പം നല്ലൊരു പീക്കോക്ക് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്ന ഡിസൈൻ. അതുകൂടാതെ ഒരു ലൈറ്റ് ഗ്രേ കളറിലും വന്നിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ലൈറ്റായിട്ടൊക്കെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന ഒരു ഡിസൈനല്ല, കുറച്ച് ഡിമായിട്ടുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രയർ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യും. ഈ ഗ്രീൻ നല്ല എടുത്തറിയുന്നുണ്ട്. ഈ ഇടയിൽ വന്നിരിക്കുന്ന ഗ്രേ ഷെയ്ഡൊക്കെ കുറച്ച് ലൈറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈനിൻ്റെ കളേഴ്സ് ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. നെക്സ്റ്റ് കളർ ചേഞ്ചിൽ വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രീൻ വന്ന സ്ഥാനത്ത് അതിൻ്റെ ഈ ഫ്ലവേഴ്സ് മാത്രമാണ് കേട്ടോ കളർ ചേഞ്ച് വരുന്നത്. അത് നല്ലൊരു ചെറിയ റെഡ് ഷെയ്ഡിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോഴും അതിലെ ഈ ഫ്ലവർ മാത്രമാണ് ചേഞ്ച് ആയിട്ട് വരുന്നത്. അപ്പം നെക്സ്റ്റിൽ ഏത് കളറാണ് വന്നിട്ടുള്ളത് നോക്കാം. നെക്സ്റ്റ് കളർ ചേഞ്ച് വരുന്നത് നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള ഗ്രേ കളറാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം നമുക്കിനി നെക്സ്റ്റ് കളർ ഏതാണെന്ന് കാണാം. നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ ഏതാണെന്നൊന്ന് കാണാം. നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ളത് നല്ലൊരു ഫ്ലവർ ഡിസൈനാണ്. നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ നല്ലൊരു വൈറ്റ് കളറാണ് കേട്ടോ ഫ്ലവേഴ്സ് വന്നിട്ടുള്ളത്. നല്ല വലിയ ഫ്ലവേഴ്സാണ് വന്നിട്ടുള്ളത്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസൈനാണല്ലേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്യാനും പറ്റിയൊരു ഡിസൈനാണ് കേട്ടോ. നല്ല അമ്പർല കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കളേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഓരോന്നായിട്ട് നമുക്കൊന്ന് കാണാം. നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീനും വൈറ്റും കോമ്പിനേഷനിലാണ്. അപ്പോൾ നമുക്ക് അടുത്തത് ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ഒനിയൻ ഷെയ്ഡും മെറൂണും അതുപോലെ തന്നെ വൈറ്റും ഒക്കെ ചേർന്നിട്ടുള്ള കോമ്പിനേഷനിലാണ് കേട്ടോ. ഈ ഒനിയൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു മെറൂണ് കളർന്നിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിലെ ഫ്ലവേഴ്സ് വന്നിട്ടുള്ളത് വൈറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കളർ ഏതാണെന്ന് കാണാം. നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്കാണ് ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുള്ളത്. ബ്ലാക്കിൽ നല്ലൊരു ഗ്രേ ഷെയ്ഡ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഫ്ലവേഴ്സ് വൈറ്റ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. വൈറ്റിൽ പ്രിൻ്റ് ഇങ്ങനെ ഇടയിൽ വന്നിരിക്കുന്ന പ്രിൻ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടും ബ്ലാക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറയുന്നത്. എല്ലാം തന്നെ ക്രേപ്പ് മെറ്റീരിയൽ, പ്രിൻറ്റഡ് ക്രേപ്പ് മെറ്റീരിയൽ ആണ് കാണിച്ചത്. എല്ലാത്തിൻ്റെയും തന്നെ വിട്ട് വരുന്നത് 41 ഇഞ്ചാണ്. മീറ്റർ പ്രൈസ് വരുന്നത് പെർ മീറ്ററിന് 55 രൂപയാണ്. 2 മീറ്ററാണ് മിനിമം എടുക്കേണ്ട ഓർഡർ ക്വാണ്ടിറ്റി. പിന്നെ അധികം എടുക്കുമ്പോഴുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഫസ്റ്റിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഫോട്ടോസ് ആരും ചോദിക്കരുത്, പ്രത്യേകം എടുത്ത് പറയട്ടെ. ഫോട്ടോസ് സെപ്പറേറ്റ് നമ്മുടെ കയ്യിൽ ഇല്ല. സൈറ്റിലാണ് ഫുൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സൈറ്റിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ സൈറ്റിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. സൈറ്റിൽ കയറി നോക്കുക. സൈറ്റ് ത്രൂവോ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂവോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ GPay ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല. GPay ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളും ഒക്കെ സൈറ്റിൽ തന്നെ ഉണ്ടാവും. അതിൽ നിന്ന് നേരെ മെസ്സേജ് ചെയ്യുക. അതനുസരിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസുമായി ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.